വി.ഡി. സതീശൻ സർക്കാർ അവതരിപ്പിക്കുന്ന കന്നി ബജറ്റിൽ ഏറെ ആകാംക്ഷയുള്ളത് കിഫ്ബിയുടെ ഭാവിയെക്കുറിച്ചാണ്. കിഫ്ബിയിൽ നിയമ ഭേദഗതി കൊണ്ടുവരും. മോട്ടോർ വാഹന നികുതി, ഇന്ധന സെസ് എന്നിവ കിഫ്ബിയിലേക്ക് പോകുന്നത് നിർത്തലാക്കി ഖജനാവിലേക്ക് മാറ്റും. കിഫ്ബിയുടെ പണം ബാങ്കിൽ നിക്ഷേപിച്ച് പലിശ എടുക്കുന്നതും നിർത്തലാക്കും. അതേസമയം കോടികളുടെ കിഫ്ബി ബാധ്യത ബജറ്റിനുള്ളിൽ എങ്ങനെ വകയിരുത്തുമെന്നുള്ളതാണ് മറ്റൊരു വെല്ലുവിളി. പശ്ചാത്തല സൗകര്യ വികസനത്തിന് ഇടത് സർക്കാർ വിഭാവന ചെയ്ത കിഫ്ബിയെ തുടക്കം മുതൽ എതിർക്കുന്നവരാണ് UDF. കിഫ്ബി സമാന്തര സർക്കാരായി പ്രവർത്തിച്ചതാണ് സംസ്ഥാനം ഇത്രയേറെ കടക്കണിയിലാകാൻ കാരണമെന്ന് ധവളപത്രം ചൂണ്ടിക്കാട്ടി വിമർശിച്ചത് മുഖ്യമന്ത്രി തന്നെയാണ്. ആ മുഖ്യമന്ത്രി അവതരിപ്പിക്കുന്ന ബജറ്റിൽ കിഫ്ബിയുടെ ഭാവി എന്താകുമെന്ന ചോദ്യമാണ് ഉയരുന്നത്. എന്നാൽ കിഫ്ബി നിയമമായി കഴിഞ്ഞതിനാൽ ഭേദഗതി കൊണ്ടുവരാൻ മാത്രമേ UDF സർക്കാരിനാകൂ. ബജറ്റിന് പുറത്ത് കമ്പനി രൂപീകരിച്ച് ധനസമാഹരണം നടത്തിയ കിഫ്ബിയെ ബജറ്റിനുള്ളിലാക്കി ഭേദഗതി വരുത്താനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. അങ്ങനെയായാൽ കോടികളുടെ കിഫ്ബി ബാധ്യത എങ്ങനെ വകയിരുത്തും? നിലവിൽ 21,000 കോടി രൂപയുടെ കടമാണ് കിഫ്ബിയുടെ മേലുള്ളത്. 35,000 കോടി രൂപയുടെ പദ്ധതികൾക്കായി അധിക പണം കണ്ടെത്തേണ്ടതുണ്ട്. ഈ ബാധ്യതകൾ കുറയ്ക്കാൻ എന്ത് നയം സർക്കാർ സ്വീകരിക്കുമെന്നതിലാണ് ആകാംക്ഷ. അതേസമയം കിഫ്ബിയെ പുനഃസംഘടിപ്പിച്ചാലും നിയമ ഭേദഗതി വരുത്തിയാലും നിർമ്മാണത്തിലിരിക്കുന്ന പദ്ധതികൾ സ്തംഭിക്കാൻ പാടില്ല എന്ന് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നു. നിർമ്മാണം നിലച്ചാൽ പ്രക്ഷോഭവുമായി പ്രതിപക്ഷം രംഗത്തിറങ്ങുമെന്ന് മുൻ ധനമന്ത്രി തോമസ് ഐസക് മുന്നറിയിപ്പ് നൽകുന്നു. ഇവർക്ക് ഇഷ്ടമല്ലെങ്കിൽ വേണ്ട, പക്ഷേ ഈ പടുത്തുകൊണ്ടിരിക്കുന്ന റോഡും പാലും ഒക്കെ നിർത്തി വെക്കുമോ? ഇതൊന്നും വേണ്ടേ? ഇതൊന്നും വീണ്ടും വിചാരമില്ലാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കിഫ്ബിയുടെ വിശ്വാസ്യത തർക്കുന്ന രീതിയിലുള്ള വർത്തമാനങ്ങളുമായിട്ട് നടക്കുക. ഈ ഓരോ കൺസ്ട്രക്ഷൻ സൈറ്റിലും ഈ സർക്കാരിനെ വിചാരണ ചെയ്യും. ഇതിൻ്റെ ഗുണഭോക്താക്കളെ വിളിക്കും. പണി തീരാത്ത സ്കൂൾ കിട്ടണമെങ്കിൽ രക്ഷാകർത്താക്കളെ മുഴുവൻ വിളിക്കും. ആശുപത്രി പോകുന്ന മുഴുവൻ ജനങ്ങളെയും വിളിച്ചു കൂട്ടും. ഇത് പൊളിറ്റിക്കൽ ഫൈറ്റ്. മോട്ടോർ വാഹന നികുതി, ഇന്ധന സെസ് എന്നിവ നിലവിൽ കിഫ്ബിയാണ് പിരിക്കുന്നത്. എന്നാൽ അത് നിർത്തലാക്കി ഈ തുക ഖജനാവിലേക്ക് മാറ്റാനാണ് സർക്കാരിന്റെ നീക്കം. ഇതിലൂടെ പ്രതിവർഷം 4,000 കോടി രൂപയോളം സർക്കാരിന് ലഭിക്കുമെന്നാണ് കണക്കുകൾ. കിഫ്ബിയുടെ പണം ബാങ്കിൽ നിക്ഷേപിച്ച് പലിശ എടുക്കുന്നതും നിർത്തലാക്കിയേക്കും. കിഫ്ബിക്ക് ആവശ്യമുള്ളപ്പോൾ സർക്കാർ തന്നെ ഫണ്ട് നൽകുന്ന രീതിയിലാകും ഭേദഗതി കൊണ്ടുവരിക. അമൃത ന്യൂസ്, തിരുവനന്തപുരം.